നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. തുഷാരഗിരി പാലത്തിൽ ഉടൽ വേർപെട്ട നിലയിൽ കണ്ടെത്തിയത് മൈക്കാവ് സ്വദേശിയെ. തുടർച്ചയായ അവധി ദിനങ്ങൾ ഗതാഗതക്കുരുക്കിലമർന്ന് താമരശ്ശേരി ചുരം. ആനന്ദം എന്ന പേരിൽ വയോജനോത്സവം സംഘടിപ്പിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. മലപ്പുറത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. തുഷാരഗിരി പാലത്തിൽ തലയും ഉടലും വേർപെട്ട നിലയിൽ ബുധനാഴ്ച രാവിലെ കണ്ടെത്തിയ മൃതദേഹം മൈക്കാവ് കുഴിക്കനാങ്കണ്ടത്തിൽ KP ബെന്നിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. തല കയറിൽ കുരുങ്ങിയ നിലയിലും ഉടൽ താഴ്ഭാഗത്തും വേർപെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇതിനരികിൽ ഉപേക്ഷിച്ച നിലയിൽ ഇരുചക്രവാഹനവും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. പുലിക്കയം കള്ളുഷാപ്പ് തൊഴിലാളിയായിരുന്നു. കോടഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആത്മഹത്യ എന്നാണ് പ്രാഥമിക വിവരം. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് അഴിയുന്നില്ല. ബുധനാഴ്ച അടിവാരം മുതൽ ലക്കിടി വരെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. പൂജയും ദസറയും തുടർച്ചയായ അവധി ദിവസങ്ങളും പ്രമാണിച്ച് ചുരത്തിലൂടെയുള്ള വാഹനയാത്ര വർദ്ധിച്ചതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. അവധി ദിവസങ്ങളിൽ വയനാട്ടിലേക്കും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വയനാട് ഭാഗത്തേക്ക് പോകുന്നിടത്താണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഗതാഗതക്കുരുക്ക് നീളുന്ന സാഹചര്യത്തിൽ വരി തെറ്റിക്കാതെ ഗതാഗത നിയമം പാലിച്ചു വേണം ചുരത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കാനെന്ന് പോലീസ് കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. വയനാട്ടിൽ നിന്ന് ആശുപത്രി, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ നേരത്തെ ഇറങ്ങണമെന്നും പോലീസ് അറിയിച്ചു. ഗതാഗതക്കുരുക്ക് മുൻനിർത്തി യാത്രക്കാർ മുൻകരുതലായി വെള്ളവും ലഘുഭക്ഷണവും കയ്യിൽ കരുതേണ്ടുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ആനന്ദം വയോജനോത്സവം സംഘടിപ്പിച്ചു. നിരവധി വയോജനങ്ങൾ പരിപാടികൾ പങ്കാളികളായി. പാട്ടും നൃത്തവും വിവിധ പരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത്, ആമിന എടത്തിൽ, റുഖിയ റഹീം, ശിവദാസൻ കാരോട്ടിൽ, ICDS സൂപ്പർവൈസർ സുസ്മിത, AP മുരളീധരൻ, നടുക്കണ്ടി അബൂബക്കർ, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സലീം വലിയപറമ്പ്, കണ്ടൻ പട്ടർചോല, NP കാസിം എന്നിവർ സംസാരിച്ചു. അൻവർ കൊടുവള്ളി ക്ലാസ് എടുത്തു. കാലിക്കറ്റ് ഐ ഹോസ്പിറ്റലിൻ്റെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മലപ്പുറത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരൂർ വെട്ടം സ്വദേശിയായ 78-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ കിണറുകളും കുളങ്ങളും മറ്റ് ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 6 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 ആയി. മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.